ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിബിത. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. എൻ്റെ ഒരുവിധം എല്ലാ ദിവസങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ആവാറുള്ളത്. ഞാൻ ആദ്യം തന്നെ എണീച്ച ചെയ്യുന്നത് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇടും, ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച്. അത് എപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. അത് നോക്കണ്ട, മഴക്കാലമാണ്. സോ നമ്മൾ എണീച്ചു ബ്രഷൊക്കെ ചെയ്തു. ഇനി ചെറിയൊരു സ്കിൻ കെയർ. എവിടെയാണ് ക്യാമറ? കൺഫ്യൂഷൻ. ഐ തിങ്ക് ഹിയർ ഇസ് ദ ക്യാമറ. ഇവിടെയാണ് ഞാൻ വെറുതെ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഈ മോയ്സ്ചറൈസ് എന്ന് പറഞ്ഞ ഈ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഇടുമ്പോൾ എൻ്റെ ഫേസിൽ ഇങ്ങനെ പിമ്പിൾസ് വരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് ആ സൺസ്ക്രീൻ ഇടുന്നില്ല. വേറെ നല്ലൊരു സൺസ്ക്രീൻ കണ്ടുപിടിക്കണം. പിന്നെ അണ്ടർ ഐ ക്രീമാണിത്. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. സോ ഇത് അണ്ടർ ഐയിൽ ഇടണം. ഫോണിൽ നോക്കിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ കണ്ണുള്ളിൽ ഇച്ചിരി എൻ്റെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾ മാറുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഡാർക്ക് സർക്കിളിലൊക്കെ. കൈൻ്റെ കൂടെ ഒരു പാടുണ്ട്. അത് മാറാനായിട്ടൊരു ക്രീം വന്നിട്ടുണ്ടോ? അപ്ലൈ ചെയ്യാറില്ല, ആരും ചുമ്മാ ഇരിക്കട്ടെ. ഇതെന്ത് പാടാണ് ഡോക്ടർക്കും അറിയില്ല. ഡോക്ടറെ മാറ്റി കാണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. ഹെയർ ഫോൾ ഇതുവരെ മാറിയിട്ടില്ല. ഹെയർ ഫോൾ കാണിക്കാനാണ് മെയിൻലി പോയത്. ഇതുവരെ ഒരു മാറ്റമില്ല, സെയിം ആയിട്ട് തന്നെ പോകും. ഡോക്ടർ കുറേ ടെസ്റ്റൊക്കെ തന്നു, പക്ഷെ അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇപ്പം അയണിൻ്റെ ടാബ്ലറ്റ്സ് മാത്രം എടുക്കുന്നുണ്ട്, അത്ര തന്നെ. വേറെല്ലാം നോർമലാണ്. എനിക്ക് തോന്നുന്നത് വയറ് സംബന്ധമായിട്ട്, അതായത് സ്റ്റൊമക്ക് ബേസ് ചെയ്തിട്ട് എന്തോ ഗസ്ട്രോളജിയിൽ കാണിക്കണം. കുറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട്, ഐ മീൻ ലോങ് വീഡിയോ അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പോൾ ഒരു മടി എടുക്കാൻ. ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടണം. എന്നാലേ ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ചാനലിലൂടെ നിന്ന് പോകും. അപ്പം നമുക്ക് മുടി കെട്ടി വെച്ചിട്ട് കാണാം. നമുക്കിങ്ങനെ കെട്ടി വയ്ക്കാം. രാവിലെ തന്നെ ഇതങ്ങോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുടിനെ കുറിച്ച് ആലോചിക്കണ്ട.
അല്ലെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരി കെട്ടി കൊഴിയുന്നതിനേക്കാളും കൊഴിയാളതെന്തായാലും കൊഴിയും, എക്സ്ട്രാ മുടി ഞാൻ കൊഴിച്ചു വിടും. അത് കണ്ടല്ലോ, ബ്ലാക്ക് കളർ ഉണ്ട് ഇല്ല, നമുക്ക് ബ്ലൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെമ്പരത്തി പോയിട്ട് കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ തിക്നെസ്. ഞാനിവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. യോഗ ചെയ്യുന്നൊക്കെ ഒരു മൂഡായിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല. ഞാനൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തുവാ, യോഗ ബേസ് ചെയ്തിട്ടൊരു ബുക്ക്. അതെന്തായാലും വായിക്കണം. പിന്നെ ഈ ഒരു സംഭവം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട്, വീട്ടിൽ നിൽക്കുമ്പോൾ വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിളാണ്. ഇത് നമുക്കൊരു ബ്രായായിട്ട് യൂസ് ചെയ്യും. ഞാനിത് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ്, പക്ഷെ ഞാൻ ഇതുവരെ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ദാറ്റ്സ് ദ ഫണിയസ്റ്റ് പാർട്ട്. സോ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നാഗവല്യാവും. ഇന്നലെ ഞാൻ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, മഴ വരുന്നുണ്ട് കണ്ടോ. ചെറുതായിട്ട് വെയിൽ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഐ മീൻ വാഷിംഗ് മെഷീൻ ഇല്ല, ഞാൻ തന്നെ കഴുകണം. അപ്പോൾ ദേ മഴ ദേ വരുന്നു. ബട്ട് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ നോ. സോ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്ക് ഈ സംഭവം ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്നുണ്ട്. ആദ്യം ഒരു ടേബിൾ മേടിക്കേണ്ടി വരും. ഈ ടേബിൾ ഭയങ്കര മെസ്സിയാണ്. ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ കാണുമ്പോൾ മെസ്സിയായിട്ട് തോന്നും. ഓക്കെ, വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇനി ഇതൊക്കെ നമുക്ക് ക്ലീൻ ആക്കണം. നമുക്കിത് തുറന്നിടാം, കുറച്ച് വായു സഞ്ചാരം ഉണ്ടാകട്ടെ. ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്, പക്ഷെ മഴ പെയ്യുമ്പോഴും കാറ്റൊക്കെ വരുമ്പോഴാണ് ചെറിയൊരു പേടി. കാരണം ഈ മരം ഇങ്ങനെ കിടന്ന് ആടും. പക്ഷെ നമ്മുടെ ഇങ്ങോട്ടേക്ക് എത്തൂല, എന്നാലും പേടിക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ക്ലീനിങ്. 2 ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ വെളിച്ചം കുറവാണ്. ഇറ്റ്സ് ബിക്കോസ് മഴ പെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയണം. നമ്മൾ കടടൊന്ന് തുടച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ മഴ വെച്ചു. നമ്മുടെ ക്ലീൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ചായ വയ്ക്കാം.
ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒന്ന് വാങ്ങിയത് ഷുഗർ കോഫി ടീ. ഷുഗറിൻ്റെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഷുഗറിൻ്റെ അല്ല, കോഫിയുടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഷുഗർ ടീയും യൂസ് ചെയ്യും. പാട്ടിന് വാങ്ങി പോകുന്നില്ലല്ലോ. പാട്ട് കുഴപ്പമില്ല. ഷുഗർ കിട്ടാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, കള്ളം പറയണം ജീവിക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ ബ്രൂ ആവട്ടെ. പഞ്ചസാരൊക്കെ ബ്രൂ ആയി വരട്ടെ. അങ്ങനെ നമുക്ക് നമ്മുടെ സെറ്റ് കൊണ്ട് ആവി പോകുന്ന കണ്ടോ. പുറത്ത് മഴ, കട്ടൻ ചായ. വാവ്, മഴ പെയ്യുന്നുണ്ടേ. ഉണ്ടോ? മഴ പെയ്തോണ്ടിരിക്കുക. വാവ്. ക്ലീനിങ് കഴിഞ്ഞു. നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കാം. പിന്നെ ഇപ്പൊ കാണിക്കും ഞാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അയൺ ടാബ്ലറ്റ് കഴിക്കുകയാണ് കേട്ടോ. ഡെയിലി മോർണിംഗ് കഴിക്കേണ്ട ടാബ്ലറ്റാണിത്. അതിനുശേഷം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാഷ് ചെയ്ത് മുകളിൽ കൊണ്ടിടാൻ പോവാണ് കേട്ടോ. ഈ സമയത്ത് കുറച്ച് വെയിലുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് മഴക്കാരും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ മുകളിൽ കൊണ്ടിട്ടു. താഴെ ഇടണേക്കാളും നല്ലത് മുകളിലിടാൻ തോന്നിയിട്ട് മുകളിൽ കൊണ്ടിട്ടു.
ഉഷാറില്ല. അങ്ങനെ ഞാൻ തുണികളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് കേട്ടോ. കാരണം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. നല്ലൊരു മഴ പെയ്തു, ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കുറഞ്ഞു. പക്ഷെ ഇനിയും പെയ്യും, കാരണം നല്ല മഴക്കാരുണ്ട്. സോ ഇതിവിടെ കിടക്കട്ടെ. ലുലുന്ന് 2 തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം നശിഞ്ഞു പോയി. ഒരെണ്ണം കുഴപ്പമില്ല, ഇത് ചിരകി വയ്ക്കണം. നാളികേര വെള്ളം. ലുലുവിനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഞാനിത് വാങ്ങിയിട്ട് കുറേ നാളായി. അപ്പം അങ്ങനെ ഇരുന്ന് ചിട്ടയിൽ പോയതാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിലും കുറേ നാൾ ആയിട്ടും ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചിട്ടയിൽ പോകാറുണ്ട്. വീട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാശ് കൊടുക്കുന്നത് ലുലുവിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞ് ലുലുവിനെ പറ്റി ഞാൻ അങ്ങനെ കുറ്റം പറയാറില്ല. കാരണം അവിടെ ഒരു സാധനങ്ങളൊക്കെ അഫോർഡബിൾ ആയിട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല വെജിറ്റബിൾസും എല്ലാം അവിടെ ഉണ്ടാകും. ഇനി അവിടെ അടുത്തായതുകൊണ്ട് ഏറ്റവും അവിടെ തന്നെയാണ് പോയി മേടിക്കാറ്. എനിക്ക് ഇഷ്ടമാണ് അത് ആക്ച്വലി അവിടെ ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ചിരവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ കഴുകി തുടച്ച് വെച്ചതാണ്. നല്ല ഇഷ്ടം കഴുകിയിട്ടാണ്. ഇതൊരു ക്യാപ്പാണ്. എല്ലാം നന്നായി വരുന്ന വിശ്വസിക്കാം. താരകം പോൽ ഇതിങ്ങനെ ഫസ്റ്റ് നിൽക്കണം. നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ ഇത് മറിയുമുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അമർന്ന് നിന്നിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. കാണുന്നുണ്ടോ? കൈ കാരണം ക്യാമറ മറിയുമെന്ന് തോന്നുന്നു. അതിശക്തമായ മഴയെ തുടർന്ന് ഇന്ന് ഞാൻ കിച്ചൺ അവധി കൊടുത്തു. പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത്. ഇത് ഹോട്ടൽ മിഷോറിലത്തെ ബിരിയാണിയാണ് കേട്ടോ. ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ ബിരിയാണി വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. പിന്നെ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇത് മൊത്തം ഞാൻ കഴിക്കും. ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.